ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 4ന്റെ റിവ്യൂ ആണ്. നമ്മളെ സംബന്ധിച്ച് 4 എപ്പിസോഡ് പെട്ടെന്ന് അങ്ങനെ പോയി. പക്ഷേ കണ്ടസ്റ്റൻസിന് അത്ര പെട്ടെന്ന് പോക്ക് അവിടെ ഇല്ല. നല്ല പ്രഷറുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട്. വൈകിട്ട് ഗബ്രി ജാസ്മിനോടൊപ്പം ഇരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ, 2 ആഴ്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ 2-3 ദിവസങ്ങൾ. ഗബ്രി ജാസ്മിനോട് ഒപ്പം ഇരിക്കുന്ന ഇഷ്ടംപോലെ മൊമെന്റുകൾ ക്യാമറ ലൈവിൽ ഒപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തോ ബിഗ് ബോസ് ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, നേരെ വാ നേരെ പോ പരിപാടിയൊക്കെ ഉള്ളൂ. ഒരു ലവ് ട്രാക്ക് ഒന്ന് ഇട്ടു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എപ്പിസോഡിൽ ഇല്ലായിരുന്നു. അതൊരു നല്ല പരിപാടി തന്നെയാണ്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള കെട്ടലുകളുടെ ഒരു ആവശ്യമില്ലല്ലോ. കാര്യം അവിടെയുള്ള ക്യാമറമാർ, ലൈവ് എഡിറ്റേഴ്സ്, ലവന്മാർ ഇത്തിരി വിഷയം തന്നെ കേട്ടോ. കാരണം നല്ല രീതിയിൽ ക്ലോസപ്പിൽ കുറേയധികം മൊമെന്റ്സ് രാവിലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഈ സ്ക്രീൻഷോട്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു മൊമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ട് കൊടുക്കും. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തില്ല. ഈ ജാസ്മിൻ ഗബ്രി തമ്മിലുള്ള ആ ഒരു കണക്ഷനെ കുറിച്ചിട്ട്, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ഹൗസിൽ വലിയ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. സിജോ, റോക്കി, ഋഷി പോലെയുള്ള ആളുകൾ വേസ്റ്റാണ്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേസ്റ്റാണ്. ഈ കഴിഞ്ഞ തവണ നമ്മൾ സാഗർ, സെറീന ഒരു ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ പുറകിലേക്ക് പോയി. അതേപോലെ തന്നെ ഹൗസിൽ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അവർക്ക് വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ശരിക്കും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴി ഇവരുണ്ടാക്കി കൊടുക്കും. മൈൻഡ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിം വർക്കാവില്ല. പിന്നെ ബിഗ് ബോസ് മലയാളമൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ലവ് ട്രാക്ക് പിടിക്കില്ല. അവർ പ്രേക്ഷകരെ പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള ചില ഫ്രണ്ട്ഷിപ്പ് ട്രാക്കുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ട ജാസ്മിനും ഗബ്രിയും കൂടെ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു മൊമെന്റുകളൊക്കെ സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയാലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ തോന്നി. ഇതിനകത്തൊക്കെ ഒരു ഗെയിമുണ്ട്. ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗബ്രിയും കിടയിലിനൊരു പ്ലെയറാണ്. അവർക്ക് വേറെ ഒരു ട്രാക്ക് നിലവിൽ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്കറിയത്തുണ്ടാവില്ല അവർ പുറത്ത് നല്ല പ്ലെയേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത് എന്നുള്ളത്. പക്ഷേ അവർക്ക് വേറെ ഒരു ഗെയിം ഉള്ളതുകൊണ്ട് സിജോ, അതേപോലെ തന്നെ റോക്കി, ഋഷി പോലുള്ള ആളുകൾ ഇതിൻ്റെ പുറകെ നടന്ന് നെഗറ്റീവ് ആവാതിരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇനിയിപ്പോൾ മറ്റേ രതീഷിൻ്റെ കളികളെ കുറിച്ചിട്ടാണല്ലോ എല്ലാ ആൾക്കാരും സംസാരിക്കുന്നത്. രതീഷ് ശരിക്കും കളിക്കുന്നത് അകത്തല്ല, പുറത്താണ്. പ്രേക്ഷകരുടെ അടുത്ത് നല്ല കളി രതീഷ് കളിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എത്ര ആയിരം ജനങ്ങളെയാണ് അയാൾ പുറത്തു പോകുമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് പിടിച്ചിരുത്തിയത്. എന്നിട്ട് അയാൾ പുറത്തു പോയില്ല. ആ തിരിച്ചുവരവെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, കാണ്ടാമൃഗത്തിന്റെ തൊലി കടം വാങ്ങിച്ച് പൊതിഞ്ഞാൽ പോലും നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. വെറുതെ നിങ്ങളൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പൊ തന്നെ അർജുനൊന്നും അങ്ങനെ തുറന്നു പറയുന്ന ഒരാളല്ല. അയ്യേ എന്നൊക്കെ അറിയാതെ വെച്ചുപോയി. കാരണം അത്രയധികം നാണം കെട്ട ഒരു പ്ലേ ആയിപ്പോയി രതീഷ് ഇന്ന് കളിച്ചത്. പക്ഷെ അതുകൊണ്ടൊരു കാര്യമുണ്ട്, കുറേയധികം ആളുകൾ ഹോട്ട്സ്റ്റാറിലെ ലൈവ് കണ്ടു. പക്ഷെ അവസാനം എല്ലാവരും രതീഷിനെ തെറി വിളിച്ചു. രതീഷ് നെഗറ്റീവായി പോയി. അയാളോട് നമുക്ക് ഇഷ്ടം വരുമോ എന്നുള്ളതാണ് കുറേയധികം ആളുകൾക്ക് ഒരു ഡൗട്ട്. ഇനി അങ്ങനെയൊക്കെ വന്നാലും അയാൾ ഏതെങ്കിലും ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് അങ്ങോട്ട് പൊക്കോളും. അമ്മാതിരി വിഡ്ഢിത്തരമൊക്കെ ആയിരിക്കും. ഇനി പ്രോപ്പറായിട്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ തീർക്കണേ എന്നുള്ള പാട്ടായിരുന്നു ഉണർത്ത് പാട്ട്. അപ്പോൾ അതിന് ചേർന്നുള്ള ചുവടുകളൊക്കെ വെക്കാനായിട്ട് എല്ലാ ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. വയ്യ, എന്നാലും കാര്യമായിട്ട് തന്നെ അവർ എഫേർട്ട് ഇടുന്നുണ്ട്. സ്ത്രീജനങ്ങളൊക്കെ ആക്റ്റീവായിട്ട് തന്നെ ഡാൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്കാണ് കൺഫ്യൂഷൻ? ഗെയിം കളിക്കുന്നില്ലാത്തതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. രതീഷിന് ഒട്ടുമില്ല കൺഫ്യൂഷൻ. രതീഷിന് കറക്റ്റായിട്ട് കളി അറിയാം. കാരണം രതീഷ് ഒത്തിരി കളി കണ്ടിട്ടുണ്ട്. അപ്പോൾ രതീഷിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് റോക്കിക്ക് ചില കൺഫ്യൂഷൻ ഉണ്ട്. റോക്കിക്ക് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടുന്നില്ല. ജിൻഡോയ്ക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ല. ജിൻഡോ ഒരു കൺഫ്യൂഷൻ ഇല്ലാതാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒറ്റ ബുദ്ധിയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്ന് യമുന റാണിയുടെ അടുത്ത് ജിൻഡോ പറഞ്ഞ ഒരു കമന്റ്. ബോഡി ഷോ ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ബോഡി ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർവെയർ മാത്രം ഇട്ടിട്ട് മസിലൊക്കെ കാണിച്ച് നിൽക്കണം. വേണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിലോട്ടോ കാണിച്ചു തരാം. ഒറ്റ ഡയലോഗ്. ജിൻഡോയുടെ ഒറ്റബോധം കാരണം പറഞ്ഞ ഒറ്റ ഡയലോഗ് കാണാം. ജിൻഡോ വേറെന്തോ പ്ലാൻ ചെയ്ത്. ജിൻഡോ ആദ്യം വന്നിട്ട് സംസാരിച്ച് എങ്ങനെയാണ്, അവരുടെ പവർ ഉപയോഗിച്ച് എന്നോട് ബോഡി ഷോ ചെയ്യാൻ പറഞ്ഞു, എൻ്റെ വസ്ത്രം അഴിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആമുഖത്തോടെ വന്നിട്ടാണ് ബാത്റൂമിലോട്ട് വരാനായിട്ട് പറഞ്ഞത്. ഈ ഒരു കമന്റോടെ നേരെ തിരിഞ്ഞു. വാർത്ത കഴിഞ്ഞപ്പോഴത്തേന് ജിൻഡോ ആകെ മൊത്തം പേടിച്ച് കാല് പിടിക്കാനുള്ള അവസ്ഥയിലേക്ക് വന്ന് കിളിക്കുഞ്ഞും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മാതിരി പരിപാടിയാണ് അവർ മച്ചാൻ പിടിക്കുന്നത്. ഒരു സൈഡിൽ വെറുതെ ഇരുന്നിട്ട് ഒരു സെന്റൻസ് കൊണ്ട് തനിക്കുള്ള കുഴി നോണ്ടുന്ന ആളാണ് ജിൻഡോ. പറയുന്നതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് സ്ഥിരമായിട്ട് ലൈവിലിരുന്ന് കാണുന്നതുകൊണ്ട് അറിയാം അയാൾ എന്തോ ഒറ്റബോധം കൊണ്ട് പറഞ്ഞതാണെന്നുള്ളത്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഭയങ്കര റോങ് ആണ്. അവർക്ക് ഗെയിമിലോ അല്ലെങ്കിൽ ഹൗസിലോ അത് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് യമുന റാണി വിട്ടിട്ടില്ല. വളരെ ലാഘവത്തോടെ നോക്കി കാണുന്നതാണെന്നുണ്ടെങ്കിലും കണ്ടസ്റ്റൻസിന് അറിയില്ല അത് പുറത്തേക്ക് എങ്ങനെയായിരിക്കും പോയിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നീ ചിന്തകളൊക്കെ അവർക്കുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ള സ്ത്രീജനങ്ങളുണ്ട്. രതീഷ് ഇറങ്ങിപ്പോകൽ നാടകം കളിച്ചതിന്റെ കാരണം സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടന് ഒരു മുത്തം കിട്ടി. ഒരു മുത്തമല്ല, ഒരു 5-6 മുത്തം
തുടരെ തുടരെ നമ്മുടെ രതീഷ് അണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. കെട്ടിപ്പിടിച്ച് 5-6 മുത്തോ മുഖം വെച്ചിട്ട് എന്തോ ഒരേ അങ്ങനെയൊക്കെയാണ് സുരേഷ് ഏട്ടൻ പറഞ്ഞത്. അയാൾക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിപ്പോയി. ഈ ഒരു കാര്യം തനിക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ളത് രതീഷിനോട് പറഞ്ഞപ്പം രതീഷിന്റെ സ്വഭാവം അറിയാമല്ലോ. രതീഷ് തിരിച്ച് പ്രതികരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. അയാളുടെ സ്ഥിരമായിട്ടുള്ള ഒരു അപ്രോച്ച്, തനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല, അങ്ങനെ ആരെങ്കിലും തനിക്കെതിരെ ഏതെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ടായിരിക്കും. അപ്പോൾ ഒന്നും നോക്കാതെ സുരേഷ് ഏട്ടനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു, ബാക്കി ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് താൻ കളിക്കരുത്. സത്യം പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നിയത്. കാരണം അദ്ദേഹത്തിന് തോന്നിയ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, ഡിസ്കംഫേർട്ട് ഇയാളോട് പറയുന്ന സമയത്ത് ഇയാൾ അതിനെ ഒട്ടും വകവെക്കാതെ അത് ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ് പറയിപ്പിച്ചതാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അതന്നെ സുരേഷ് ഏട്ടന് സ്വന്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലേ? പറയാം, ആര് പറഞ്ഞാലും രതീഷ് അത് അംഗീകരിക്കില്ല. രാവിലെ ജാസ്മിനോടൊക്കെ പറയുന്നത് കേട്ടില്ലേ, മോളെ നിനക്ക് എൻ്റെ അടുത്ത് കളിച്ച് ജയിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല, നിന്റെ കളിയൊക്കെ എനിക്കറിയാം. അപ്പം അത് ശരിക്കും എന്തുകൊണ്ടാണ് പുള്ളിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വിചാരം പുള്ളിയാണ് ഏറ്റവും വലിയ ഗെയിമർ, ബാക്കിയുള്ള ആളുകൾക്കൊന്നും അറിയില്ല, ബാക്കി എല്ലാ ആളുകളും തനിക്കെതിരെയാണ്, താനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള ചിന്തയാണ്. അതുകൂടാതെ ഒരു കൈൻഡ് ഓഫ് നാർസിസിസ്റ്റ് സ്വഭാവം ഉണ്ടല്ലോ, അത്ര എക്സ്ട്രീം ഒന്നും അല്ല എന്നുണ്ടെങ്കിലും അയ്യോ എനിക്കങ്ങനെ തെറ്റുപറ്റാൻ വഴിയില്ലല്ലോ. ഇപ്പോൾ ഒരാളെ കയറി ഉപദ്രവിച്ചു, അയാൾക്ക് ഡിസ്കംഫർട്ട് ആണ് എന്ന് പറഞ്ഞാലും രതീഷിനെ പോലുള്ള ആളുകൾ പറയും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നിങ്ങൾക്ക് വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും, ഞാൻ അങ്ങനെ ഒരു മോശം പ്രവൃത്തി ചെയ്യുന്ന ഒരാളല്ല, അയാൾക്ക് ആക്ച്വലി ഫീൽ ചെയ്തു. അത് ഇവർ സമ്മതിച്ചു കൊടുക്കില്ല. കാരണം ഇവർ ശരിയാണ്, ഇവർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. ആ ഒരു കോൺവെർസേഷൻ തനിക്കെതിരെ വരുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ രതീഷ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ ആദ്യമായി ഒരു 10-15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് പുറത്തു പോയി ഒന്ന് കിടന്നു. ആ ഒരു സമയത്തും അദ്ദേഹം വെറുതെ ഇരുന്നില്ല, അദ്ദേഹം ക്യാമറയുടെ മുൻപിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരുന്നു. ബിഗ് ബോസ്, ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നത്, എൻ്റെ ഒരു കഴിവ് നോക്കിക്കേ എന്നുള്ള ടോണിൽ ഭയങ്കര സന്തോഷമായി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനങ്ങൾ, BIGGBOSS എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു ഷോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. അതിനുശേഷം ബിഗ് ബോസിന്റെ ഗെയിം പ്ലേയുടെ ഭാഗമായിട്ടാണ് ഓരോ ടീമിലുള്ള ആളുകളും അവിടെ വന്നിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ അതൃപ്തി, ഈ പവർ ടീമിലുള്ള ആളുകൾ പവർ ഉപയോഗിക്കുന്നില്ല. പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ അടി ഉണ്ടാകത്തുള്ളൂ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തുള്ളൂ. ചരിത്രാതി കാലം മുതൽ അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഒരാൾ പവർ ഉപയോഗിക്കുകയും അടിച്ചമർത്തുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവും, ആകെ മൊത്തത്തിൽ കലഹം ഉണ്ടാവും, അങ്ങനെയാണ്. പക്ഷെ പവർ ഗ്രൂപ്പ് വളരെ സമാധാനപൂർവ്വമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നു. കിച്ചൺ ടീം, അതിപ്പം കാലങ്ങളായിട്ട് അങ്ങനെയാണല്ലോ, സ്ത്രീകൾ കിച്ചണിൽ പവർ കൈയാളുന്ന ആളുകളാണ് എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള പവർ പരിപാടികളാണ് ഇവരുടെ മെയിൻ. കിച്ചണിൽ പാത്രം കഴിക്കുക, കിച്ചണിൽ ചായ ഇടിപ്പിക്കുക, അതൊക്കെയാണ് ശ്രീരേഖ അതേപോലെ തന്നെ യമുന റാണി പോലെയുള്ള ആളുകൾ ചെയ്യിപ്പിക്കുന്നത്. ഭക്ഷണം കൊടുക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഗബ്രി ചെയ്യുന്നുണ്ട്. കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള പവർ എടുക്കലാണ് അവരുടെ മെയിൻ പരിപാടി. കിച്ചണിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പവർ ബോസ് പ്രതീക്ഷിച്ചതല്ല, ആ ഒരു ഗെയിമിന് ചേർന്നതുമല്ല. പവർ ടീമിന് പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പവർ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് കിട്ടുന്ന തരത്തിലേക്കുള്ള മാച്ചുകൾ ഇന്ന് തുടങ്ങാനായിട്ട് തീരുമാനമായി. അപ്പോൾ ഈ പവർ ടീമിലുള്ള ആളുകൾ ബാക്കി ടീമിലുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഒന്ന് പങ്കുവെക്കുകയാണ്. അങ്ങനെ ഈ പവർ ടീമിലുള്ള ആളുകളോട് ബിഗ് ബോസ് ചോദിക്കുന്നു, നിങ്ങൾ ആ ഒരു പവർ എങ്ങനെ കൈകാര്യം ചെയ്തു? അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, നിഷാന പറയുന്നുണ്ട്, ഞാനങ്ങനെ പവറൊന്നും ഉപയോഗിക്കുന്ന ആളല്ല, എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല, എന്നോടാരും പറഞ്ഞില്ല കേട്ടോ പവർ. അവർക്ക് ഇങ്ങനെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് കഴിഞ്ഞ ദിവസം അതൊക്കെ വാങ്ങിച്ചത്. അവർക്കത് അറിയില്ല, ഗബ്രി പറഞ്ഞില്ല എന്നൊക്കെ ഉള്ള നാടകങ്ങൾ അവിടെ വിലപ്പോയില്ല. ഗബ്രി സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെ എതിർത്തു. കറക്റ്റായിട്ട് തന്നെ നിഷാന അത് ശ്രദ്ധിക്കാത്തതാണ് എന്നുള്ളൊരു ഇമേജ് പ്രേക്ഷകർക്കും കണ്ടസ്റ്റൻസിനും കിട്ടി. ആരും സപ്പോർട്ട് ചെയ്തില്ല. നിഷാനയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊന്നുമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് നടക്കുകയാണ്. അപ്പോൾ ഈ പവർ ടീമിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനാണ് സുരേഷ് ഏട്ടൻ, സിജോ അടങ്ങുന്ന ടീം അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത്. ഇപ്പോഴാണ് സുരേഷ് ഏട്ടൻ രാവിലെ താൻ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, രതീഷ് വളച്ചൊടിച്ചതിനെതിരെ ഈ ഒരു കാര്യം ചോദിക്കുന്നത്. ഈ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് മെൻ അഗൈൻസ്റ്റ് വിമൻ മാത്രമേ ഉള്ളൂ, മെൻ ടു മെൻ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു. അപ്പം രതീഷ് തീർത്തല്ല എന്ന് ചോദിച്ചു. അത് ഇടയ്ക്ക് സംസാരിച്ചു, അയാൾ ഷട്ടപ്പ് പറഞ്ഞു. രതീഷ് തിരിച്ചു ചോദിച്ചു. രതീഷ് എന്തോ തീരുമാനിച്ച് പെട്ടെന്ന് പെട്ടി പാക്ക് ചെയ്ത് ഇറങ്ങി പോയി. ഈ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്തോ രതീഷ് ഇഷ്യൂ ഉണ്ടാക്കുന്ന സമയത്തോ കണ്ടസ്റ്റൻസ് ആരും അതിൽ ഇടപെട്ടില്ല. അപ്പോൾ അവരെല്ലാം ഇതിനകത്ത് എട്ടപ്പെടരുത് എന്ന് ദൃഢനിശ്ചയത്തിലിരിക്കുകയാണ്. കാരണം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ജാക്ക്പോട്ട്, ഇറങ്ങി പോകത്തില്ല എന്നുള്ളത് അവർക്ക് 99% അറിയാം. ഈ 1% ജാക്ക്പോട്ട് അടിച്ചാലോ എന്നുള്ള ചിന്ത എല്ലാ ആളുകൾക്കും ഉണ്ട്. ആരെങ്കിലും പോയി എന്തെങ്കിലും പറയണ്ടേ, പ്രേക്ഷകരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഗബ്രിയും അതേപോലെ തന്നെ അർജുനും പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം, നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിലോട്ട് പോയിട്ട് അങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ, ഇവിടെ വന്ന് നിന്നാൽ പോകാൻ പറ്റത്തില്ല എന്ന് പറയാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടോ ഇമേജ് ഭയമൊക്കെ കൊണ്ട് അവർ നൈസായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നു.
അങ്ങനെ ഇയാൾ പുറത്ത് പോയി വെയിലത്ത് നിൽക്കുകയാണ്. കുറേ ഷോയൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒന്ന് വന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ, ഞാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡയലോഗ് അടിച്ചു. വൃത്തികെട്ട കളിയാണ്, ഞാനിത് കളിക്കുന്നില്ല, അമ്മാതിരി വൃത്തികെട്ട കളി, ഞാൻ ഇനി ഇത് കളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി നാണം കെട്ട് തിരിച്ചു കയറി വന്നത്. സാധാരണ ഒരാൾ ഇറങ്ങിപ്പോകും എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുറത്തു പോകുന്ന സമയത്ത് സ്ഥിരമായിട്ടുള്ള ഒരു നാടകം അവിടെ കാണാറുണ്ട്, ബിഗ് ബോസ് സീസണിലൊക്കെ കാണാറുണ്ട്. അയ്യോ അച്ഛാ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്രീനിവാസൻ സിനിമയിലെ പിള്ളേരെ പോലെ ഒരു നാടകമാണ്. ഇതിൽ ഈ കണ്ടസ്റ്റൻസ് ആ ഒരു നാടകം കളിച്ചില്ല. കാരണം അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇന്നലെ ജാൻ മണിയുടെ കേസിൽ രതീഷ് ഇമ്മാതിരി കോപ്രായം കാണിച്ചിട്ട് ഇവിടെ സുരേഷേരൻ്റെ കേസിൽ ഈ കോപ്രായം കാണിക്കുമ്പോഴത്തേനും പ്രേക്ഷകർ അത് മനസ്സിലാക്കിക്കോളും. അതുകൊണ്ട് അയാളെ തിരിച്ചു വിളിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. രതീഷ് പുറത്ത് പെട്ടിയായിട്ട് ഇറങ്ങി പോകുന്ന ആ ഒരു വേളയിൽ തന്നെ ഡിസ്കഷൻ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു സമയത്തായതുകൊണ്ടാണ് അപ്സരയുടെ ബാത്റൂം ക്ലീനിങ്ങിനെ എല്ലാവരും കൈയടിച്ച് വൻ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. അപ്സര പോലും ചിന്തിച്ചില്ല അമ്മാതിരി പ്രോത്സാഹനം തനിക്ക് കിട്ടും എന്നുള്ളത്. ആ ഒരു കൈയടികൾ, ആ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അവരുടെ ഡിസ്കഷൻസ് എല്ലാം രതീഷിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അങ്ങനെ രതീഷ് പോകുന്നു. പോണ വഴിക്കൊക്കെ ബിഗ് ബോസിനോടടക്കം രതീഷ് വൃത്തികെട്ട വർത്താനം പറയുന്നുണ്ട്. സുരേഷ് ഏട്ടൻ ആരുടെയോ വാക്ക് കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തത്, ഒറ്റ കളിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വൃത്തികേടുകൾ സുരേഷിനെതിരെ പറഞ്ഞു. സിജോ ഈ ഒരു അവസരം മുതലെടുത്ത് സുരേഷേട്ടൻ്റെ അടുത്ത് റോബിൻ ജുനൈസിൻ്റെ അടുത്ത് പോയതുപോലെ കറക്റ്റായിട്ട് തന്നെ ചെന്ന്, നിങ്ങൾ ഈ ഒരു പരാതിയിൽ നിന്ന് മാറുന്നില്ലല്ലോ, ഹരാസ്മെൻ്റ് ആണ്, സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ അപ്പോളജി പറഞ്ഞാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷേ അയാളെ മാനിപ്പുലേറ്റ് ചെയ്ത് രതീഷിനെതിരെ തിരിച്ച് പുറത്ത് വിടാനായിട്ടുള്ള ഒരു കളി കളിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് സിജോ കളിച്ചു. അത് വർക്കായില്ല. ഇയാൾക്ക് നാണമാനം ഉണ്ട് എന്ന് സിജോ അപ്പോഴും വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഇയാൾ തിരിച്ചു കയറി വരില്ല എന്നുള്ള ചിന്തയായിരിക്കാം. ഇതിനിടയിൽ റോക്കിയൊക്കെ രതീഷിനെ അപമാനിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കേട്ട് നിൽക്കുന്നവൻ്റെ തൊലിരിഞ്ഞു പോകും. അമ്മാതിരി രീതിയിൽ അപമാനിച്ചു. രതീഷിനോട് പറഞ്ഞു, തനിക്ക് ഇറങ്ങി പോയിക്കൂടെയോ, താനൊരു കള്ളനാണ്, താൻ പിന്നെ വലിഞ്ഞു കയറി വരും, താൻ എന്തൊരു കള്ളനാണെന്നൊക്കെ പറഞ്ഞപ്പം രതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, കൺഫഷൻ റൂമിലേക്ക് പോയിക്കൂടെ എന്ന് റോക്കി ചോദിച്ചപ്പം, ഇല്ല കൺഫഷൻ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ പിന്തിരിപ്പിക്കും ബിഗ് ബോസ്, ഇവിടെ വന്നാൽ വാതിൽ തുറന്ന് എന്നെ പുറത്തു വിടും എന്നൊക്കെയുള്ള ചീപ്പ് നമ്പറൊക്കെ ഇറക്കി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡയലോഗ് അടിച്ചിട്ടാണ് പുള്ളി തിരിച്ചു കയറി വരുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ രതീഷ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഒന്നെങ്കിൽ ബിഗ് ബോസ് കാല് പിടിച്ചിട്ട് രതീഷിനെ തിരിച്ചു വിളിക്കുന്നു, മാസമായിട്ട് തിരിച്ചു കയറി വരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസ് കാല് പിടിച്ചിട്ട് രതീഷിനെ വിളിക്കുന്നു, തിരിച്ചു കയറി വരുന്നു. ഇനി മൂന്നാമതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രതീഷിന് അമ്മാതിരി പ്ലാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് മറ്റേ കൂടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവം മനസ്സിലാക്കാമല്ലോ. ആ ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് കയറി വരുമ്പോൾ ഗെയിം മാറ്റും. ഇത് പഴയ ഗെയിമുമായിട്ട് തിരിച്ചു കയറി വരുന്ന ഒരാളെയാണ് കണ്ടത്. അതിനുശേഷം അപ്സര, അർജുൻ പോലെയുള്ള ആളുകളൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു കയറി വരാം. അവർ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു കയറി വരാമെന്ന് പറഞ്ഞ് പെട്ടിയായിട്ട് കയറി വരുന്നു. സിജോയൊക്കെ നല്ല രീതിയിൽ അവിടെ ഇട്ടിട്ട് നല്ല രീതിയിൽ കളിയാക്കുന്നു. സിജോയ്ക്കൊക്കെ പറ്റിയ ഒരു ഇരയാണ് ശരിക്കും രതീഷ്. അത് കാണാനായിട്ട് രസമുണ്ട് കേട്ടോ. ഈ രതീഷിനെ നമ്മൾ കണ്ടന്റ് മേക്കർ എന്നുള്ള രീതിയിൽ ഇരുത്തിയാലും പുള്ളി കുറേയധികം മൂഡ് സ്പോയിൽ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നിയ കാര്യമാണ്. കമന്റ് ബോക്സിൽ മുന്നേ ആളുകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ശരിയാണ്, മൊത്തം മൂഡ് സ്പോയിൽ ചെയ്യാണ്. ഒരു തരത്തിലും പ്രേക്ഷകനെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള മൊമെന്റുകളോ ഒന്നുമില്ല അവിടെ. അത് മൊത്തം സ്പോയിൽ ചെയ്യുന്നത് ഈ ചങ്ങായിയാണ്. പവർ കൈകാര്യം ചെയ്യുന്നതിൽ പവർ ടീം പഴം ടീം ആയതുകൊണ്ട് ബിഗ് ബോസ് ഈ പവർ റൂമിൻ്റെ ചലഞ്ച് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഡിബേറ്റ് ചലഞ്ചാണ്. എല്ലാ ടീമിനും ഡിബേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ള പവർ ടീം മാറിയിരിക്കണം. നെസ്റ്റ്, ടണല്, ഡെന്ന് ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുകയാണ്. അപ്പോൾ ഈ വാദിക്കുന്ന മെയിൻ ലീഡേഴ്സ് ആരാണ്? നെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് സുരേഷ് ഏട്ടൻ, സിജോ, അതേപോലെ തന്നെ ശരണ്യ, ശ്രീതു, നോറ. അപ്പം ഇവർക്ക് പറയാനായിട്ട് കുറേയധികം പോസിറ്റീവ്സ് ഉണ്ട്. കാരണം അവർക്കിടയിൽ അടിയുണ്ടായിട്ടില്ല, അവരുടെ ടീമിലുള്ള ആളുകളൊന്നും മറ്റേ ആരോപണത്തിലൊന്നും പെട്ടിട്ടില്ല, അതേപോലെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അവരെ പോലെ മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് പവർ കിട്ടണം എന്നുള്ളതാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്ന ആശയം. അതേപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ഇപ്പോൾ ടണൽ ടീമിലൊക്കെ ഉള്ള മറ്റേ ജിൻഡോ, രതീഷൊക്കെ അമാർ ഭയങ്കര അലമ്പാണ്, അമാർക്കൊന്നും കൊടുക്കരുതേ എന്നൊക്കെയുള്ള ഒരു വർത്താനമൊക്കെയാണ് സിജോ പറയണത്. അത് അവർ സമ്മതിക്കുന്നുണ്ട്, വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. പിന്നെ റോക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അൻസിബയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആരോപണം നേരിടുന്ന ആളുകളാണ്. അവരൊക്കെ വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന ഒരാളാണ് എന്ന് സിജോ അവിടെ വാദിക്കുന്നുണ്ട്. റോക്കി, അൻസിബ, അപ്സര, ഋഷി അവരുടെ ഡെൻ ടീം വാദിച്ചത്, ഞങ്ങൾ നല്ല മിടുക്കന്മാരാണ്, ഞങ്ങൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്, ഞങ്ങൾ എല്ലാ ഡ്യൂട്ടീസും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സിജോയുടെയൊക്കെ ടീമിലൊക്കെ ഉള്ള ആളുകൾ അത്ര നൈസായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഇപ്പം ഈ നമ്മുടെ അൻസിബ വീക്കാണ് എന്നൊക്കെ ഉള്ളതാണ് സിജോ പറഞ്ഞത്. അതേപോലെ നോറയൊക്കെ വീക്കാണല്ലോ അങ്ങനെ നോക്കിയാൽ. അതേപോലെ തന്നെ ആദ്യത്തെ കള്ളക്കളി ഇവിടെ കളിച്ചത് സിജോ ആണ്. അങ്ങനെയുള്ള കള്ളന്മാരുടെ ഒന്നും താക്കോൽ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അൻസിബ പറയുന്നു. അവസാനം റോക്കി കെഞ്ചി, നമുക്ക് പവർ നമ്മൾ നല്ല രീതിയിലൊക്കെ ചെയ്തോളാം, എല്ലാവർക്കും ഗുണമൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് കരയുന്നതൊക്കെ അവസാനം കണ്ടു. ടണൽ ടീമിന്റെ ഗഡികൾ അത്യാവശ്യം മിടുക്കന്മാരായിട്ടുള്ള ഗഡികളാണ്. ആരൊക്കെയാണ്? രതീഷ്, ജിൻഡോ,
റസ്മിന് ജാസ്മിന് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. അപ്പം ഇവരുടെ വാദങ്ങൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ജാസ്മിനൊക്കെ നിർത്താതെ അങ്ങോട്ട് കത്തിച്ച് വിടും. റസ്മിനും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞ കാര്യം, ഞങ്ങൾ മിടുക്കന്മാരാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടന്റ് മേക്കേഴ്സാണ്, ഞങ്ങൾ നന്മവരെ കളിക്കാനോ സോപ്പിടാനോ ഒന്നും വന്നതല്ല, ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾക്ക് പവർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചു പൊളിക്കും എന്നുള്ളതാണ് അവരുടെ വാഗ്ദാനം. ഇതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ടീമുകൾ തമ്മിൽ ഒന്ന് ടൈപ്പ് ആയിട്ട് ഒരു ടീമിനെ പുറത്താക്കാമെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടണൽ ടീം പുറത്തുപോയി, ജാസ്മിനെ സിജോ തേച്ച്. അപ്പം ടണൽ ടീം പുറത്തുപോയി. പിന്നെ സിജോയുടെ ടീമും അതേപോലെ തന്നെ മറ്റേ അൻസിബ, ഋഷി, റോക്കിയുടെ ടീമുമാണ് അവിടെ സർവൈവ് ചെയ്തത്. പക്ഷേ അടുത്ത ലെവലിൽ നമ്മുടെ ജാസ്മിനൊക്കെ കിട്ടിയ ഒരു ഓഫർ, അവരായിരുന്നു ജഡ്ജസ്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു 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 വാഗ്വാദം, അവിടെയാണ് നമ്മുടെ റോക്കി കരയൊക്കെ ചെയ്തത്, താഴെയാ പവറൊക്കെ താഴെയെന്നുള്ളത്. അപ്പോൾ ആ ഒരു മത്സരം വന്ന സമയത്ത് നമ്മുടെ ടണൽ ടീം 4 വ്യത്യസ്തരാണല്ലോ. അപ്പോൾ 4 പേരും വ്യത്യസ്തമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പറഞ്ഞില്ല. രതീഷ് വ്യത്യസ്തമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. രതീഷ് നോക്കിയപ്പോഴത്തേന് മറ്റേ അൻസിബ, ഋഷി, റോക്കി, അപ്സര, അവർ 4 പേരേ ഉള്ളൂ. അപ്പം 4 പേരുള്ള ടീമിന് പവർ കൊടുക്കുന്നില്ല നല്ലത്, 4 ആളെ സഹിച്ചാൽ മതിയല്ലോ. അപ്പം ബാക്കിയുള്ള ആൾക്കാർ നോക്കിയപ്പോഴത്തേനല്ല, നല്ല ഗെയിം വരണമെന്നുണ്ടെങ്കിൽ സിജോയുടെയൊക്കെ ടീമിന് കൊടുക്കണം. അങ്ങനെ അവിടെ ഒരു അടി ഉണ്ടാകുന്നു. അവിടെയാണ് റസ്മിൻ ആൻഡ് രതീഷ് തമ്മിൽ വലിയ വാഗ്വാദമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ റസ്മിൻ, ജാസ്മിൻ, ജിൻഡോ സിജോയുടെയൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു, നെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ വിജയിക്കുന്നു. നെസ്റ്റിന് ഈ ഒരു ഗെയിമിൽ 2 പോയിന്റുകൾ കിട്ടി. സിജോയുടെയൊക്കെ ടീം ഡെന്നിന് 1 പോയിന്റ് കിട്ടിയുള്ളൂ. ഡെന്നെ എന്ന് പറയുന്നത് മറ്റേ അപ്സരയുടെയൊക്കെ ടീം. ടണലിന് 0 പോയിന്റ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ. BB+ന്റെ എപ്പിസോഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പല ആൾക്കാർ പറയാറുണ്ട്. ഹോട്ട്സ്റ്റാറിൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് വരാറില്ല. അതിനുവേണ്ടി നോക്കി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ വൈകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പിന്നെ BB+ൽ വരുന്ന മുക്കാലും കാര്യങ്ങൾ ഞാൻ പകലിടുന്ന വീഡിയോസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കും. കുറച്ച് വല്ലതും മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നന്ദി.